മാനന്തവാടി രൂപത സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദം 2022 എന്ന പേരിൽ നേതൃസംഗമം ദ്വാരക പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കിൻഫ്ര ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി നിർവഹിച്ചു. പരിപാടിയിൽ മാനന്തവാടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അധ്യക്ഷതയും സഹായമെത്രാൻമാർ അലക്സ് താരാമംഗലം അനുഗ്രഹ പ്രഭാഷണവും നടത്തി. 1973 മുതൽ മാനന്തവാടി രൂപത സ്ഥാപിതമായ കാലം മുതൽ രൂപതയുടെ വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃനിരയിൽ പ്രവർത്തിച്ച വൈദികർ, സമർപ്പിതർ, അൽമായർ എന്നിവർ ഒത്തുചേർന്ന ദ്വാരക പാസ്റ്ററൽ സെന്റർ ഓർമ്മകളുടെയും സൗഹൃദങ്ങളുടെയും സംഗമവേദിയായി മാറി. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമ്മേളനം കിൻഫ്ര ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ദിശാബോധമുള്ള നേതൃത്വം ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമാണെന്നും ധാർമ്മികതയിലും നീതിബോധത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ ക്രൈസ്തവ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സഭ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമഗ്ര മേഖലകളിലും രൂപത കൈവരിച്ച പുരോഗതി മുൻകാല നേതൃത്വത്തിന്റെയും ഇപ്പോൾ സേവനനിരതരായിരിക്കുന്നവരുടെയും കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച മാനന്തവാടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ രൂപതയെ നയിച്ച മെത്രാൻമാർ, വൈദിക ശ്രേഷ്ഠർ, സന്യസ്തർ, അൽമായ നേതാക്കൾ തുടങ്ങിയവരെ പ്രത്യേകമായി ഓർക്കുന്നതായും എക്കാലത്തും അവരോടുള്ള നന്ദി മനസ്സിൽ സൂക്ഷിക്കുന്നതായും മാർ പൊരുന്നേടം അറിയിച്ചു. സംഗമത്തിൽ രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻകാല പ്രവർത്തകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച സെഷനിൽ സെബാസ്റ്റ്യൻ പാലംപറമ്പിൽ മോഡറേറ്ററായിരുന്നു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പോൾ മുണ്ടോളിക്കൽ, മോൺസിഞ്ഞോർ തോമസ് മണക്കുന്നിൽ, ജൂബിലി കമ്മിറ്റി കൺവീനർ ഫാദർ ബിജു മാവറ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോസ് മാത്യു പുഞ്ചയിൽ, തോമസ് ഏറനാട്ട്, രൂപത പിആർഒമാരായ ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ, സാലു എബ്രാഹാം മേച്ചേരിയിൽ എന്നിവർ പ്രസംഗിച്ചു. ഷിഗ്യാന ന്യൂസ്, വയനാട്.